സ്ത്രീ തിരോധാന കേസുകളിൽ ചേർത്തല സ്വദേശി സെബാസ്റ്റ്യനെതിരെ കൂടുതൽ തെളിവുകൾ. ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നടത്തിയ തെളിവെടുപ്പിൽ 20ഓളം അസ്ഥി കഷ്ണങ്ങളും തലയോട്ടിക്ക് സമാനമായ വസ്ത്രവും കിട്ടി. കുളം വറ്റിച്ചപ്പോൾ സ്ത്രീകളുടെ 2 വസ്ത്രങ്ങളും കിട്ടി. കെടാവർന്നായ ഒരു കൊന്ത കണ്ടെത്തി. വീടിനകത്ത് ഗ്രാനൈറ്റ് ഇട്ട ഭാഗം പൊളിച്ചുള്ള പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. ഗോകുൽ രമേശ് നൽകും വിവരങ്ങൾ. ഗോകുൽ, ഒരുപാട് കുരുക്കുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഴിക്കാനുണ്ട്. അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നത്തെ കണ്ടെത്തലുകൾ അതെങ്ങനെയാണ്? ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് സെബാസ്റ്റ്യനെ ചേർത്തല പള്ളിപ്പുറത്തുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ വീടിന്റെ പുരയുടെ ഭാഗങ്ങളൊക്കെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി കുഴിച്ച് പരിശോധനകൾ നടത്തി. അതിൽ ഈ വീടിന് കിഴക്ക് വശത്തായിട്ട് 20 മീറ്ററോളം മാറി ഒരു കുഴി കുഴിച്ചതിൽ നിന്നാണ് ഈ വീണ്ടും നിർണായകമായി മാറിയേക്കാവുന്ന അസ്ഥി കഷ്ണങ്ങൾ വീണ്ടും അന്വേഷണ സംഘത്തിന് ലഭ്യമായത്. പ്രാഥമിക നിഗമന പ്രകാരം 6 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന രീതിയിലുള്ള 20ഓളം അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അന്വേഷണ സംഘം മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ പുരയുടെ കുളങ്ങൾ വറ്റിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. രണ്ടാമത്തെ കുളം വറ്റിച്ചപ്പോഴാണ് സ്ത്രീകളുടേതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വസ്ത്രഭാഗങ്ങൾ കണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. സാരി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള 2ഓളം തുണിക്കഷ്ണങ്ങളാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഇവയും തെളിവുകളായിട്ട് അന്വേഷണ സംഘം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഈ വീടിനുള്ളിൽ ഉൾഭാഗം കുഴിച്ച് പരിശോധിക്കാനായിട്ട് അന്വേഷണ സംഘം ആരംഭിച്ചത്. ഈ വീടിനുള്ളിൽ ഗ്രാനൈറ്റ് വാങ്ങിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, പുതുതായി ഗ്രാനൈറ്റ് വാങ്ങിയ ഭാഗം. ആ ഭാഗം കുഴിച്ച് പരിശോധിച്ചു. പക്ഷേ കാര്യമായിട്ടൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. വീടിന്റെ മച്ചും പൊളിച്ച് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും കാര്യമായിട്ട് സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഒപ്പം ഇടുക്കിയിൽ നിന്ന് കെടാവർ നായ എത്തി പരിശോധന നടത്തിയിരുന്നു. ആ നായയുടെ പരിശോധനയിൽ ഒരു കൊന്തയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം സെബാസ്റ്റ്യനെ ഇവിടെ എത്തിയും ചോദ്യം ചെയ്തിരുന്നു, ഈ വീട്ടിലിരുത്തിയും ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ ചോദ്യം ചെയ്യലോട് അയാൾ കാര്യമായിട്ട് സഹകരിച്ചില്ല എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകൾ ഇന്നത്തെ തെരച്ചിലിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് പങ്കുവയ്ക്കുകയുണ്ടായത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സെബാസ്റ്റ്യനെ കോട്ടയത്ത് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും. പ്രധാനമായിട്ടും ഈ ജൈനമ്മ, ആയിഷ, ബിന്ദു, സിന്ധു എന്നിങ്ങനെയുള്ള 4 സ്ത്രീകളുടെ തിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളാണ്, ആരോപണങ്ങളാണ് സെബാസ്റ്റ്യന് മേൽ വന്നിരിക്കുന്നത്. ഈ 4 സ്ത്രീകൾക്കും ഇയാളുമായിട്ട് ബന്ധമുള്ളതായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ അസ്ഥി കഷ്ണങ്ങൾ ആരുടേതാണ് എന്ന് പരിശോധനയിൽ തെളിയുമ്പോൾ ഈ കേസിൽ വളരെ നിർണായകമായി മാറിയേക്കാവുന്ന ഘട്ടങ്ങൾ ഉണ്ടാകും. നിലവിൽ എന്തായാലും ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് അയച്ചിട്ടുള്ള അസ്ഥി കഷ്ണങ്ങളുടെ DNA പരിശോധന ഫലം വരുന്ന ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ആരുടേതാണ് ആ മൃതദേഹാവശിഷ്ടങ്ങൾ എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ബോധ്യമാകും. ഒപ്പം കൂടുതൽ നടപടികൾ, ഇന്നത്തെ അസ്ഥികഷ്ണങ്ങൾ പരിശോധന പൂർത്തിയാക്കി കഴിയുമ്പോൾ അടക്കം ഈ കേസിന്റെ കൂടുതൽ ചുരുളുകൾ അഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ പള്ളിപ്പുറത്ത് നിന്നും S. ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.